ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷോ സ്വാലെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി സിമ്പിളായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ഒരു ബ്രെഡ് ഹൽവ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി സിമ്പിളാട്ടോ, അതുപോലെ തന്നെ നല്ല സ്വീറ്റായിട്ട് സോഫ്റ്റായിട്ടുള്ള ഒരു കുഞ്ഞ് റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമേ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ബ്രെഡ് എടുക്കേണ്ടത്. ഞാനൊരു 5-6 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. എന്നിട്ടത് നമ്മൾ 4 കഷ്ണങ്ങളാക്കാം. ഒരു ബ്രെഡിനെ 4 പീസസ് ആക്കിയിട്ട് ചെറിയ കഷ്ണമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഓയിലിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാൻ വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യുക. നമ്മൾ ഷുഗർ എടുക്കുമ്പോൾ അതിൻ്റെ ഡബിളായിരിക്കണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം. അതിലേക്ക് ഏലക്കായ് 2-3 എണ്ണം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഈ ഒരു ബ്രെഡിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഇത് ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നോർമൽ വാട്ടറാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ഗ്രേപ്സോ അണ്ടിമുന്തിരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്തു. ആ വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല, മിസ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗീ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇതിന് ഒത്തിരി ടേസ്റ്റി ആയിരിക്കും, അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളിത് ഒരുപാട് ഹൈ ഫ്ലെയിമിലും അല്ലാണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് ഹൽവ ഒത്തിരി സിമ്പിളല്ലേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടേസ്റ്റിയാണ്. ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല ഒത്തിരി ആളുകളുണ്ടല്ലോ. അപ്പോൾ ഓർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരാം കേട്ടോ. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.